അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ അരൂർ വീട്ടിലാണ്, കോഴിക്കോട് പോയില്ല. അപ്പം ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു രാത്രിയിൽ. അങ്ങനെ ECG എടുത്തപ്പോൾ ചെറിയ വേരിയേഷനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മുൻപ് ഞാൻ ECG എടുത്ത സമയത്ത് ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടായി. അപ്പം കാർഡിയോനെ കാണിച്ചപ്പോൾ എക്കോ എടുക്കേണ്ട കാര്യമില്ല, ചെറിയ വേരിയേഷൻ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ കാണിച്ചപ്പോൾ പറഞ്ഞു ഒരു എക്കോയും കൂടെ എടുത്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എക്കോ എടുക്കാൻ വേണ്ടി പോവാണ്. ഞാനും ലിജിക്കുഞ്ഞാച്ചിയുണ്ട്, അവൾ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരുങ്ങി ഇറങ്ങി. നല്ല വെയിലും നല്ല ചൂടുമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അതുകൊണ്ട് വേർത്ത് കുളിച്ചു. നമ്മൾ കുളിച്ചിട്ട് വേർത്ത് കുളിക്കുന്നതിന് മുന്നേയും കുളിച്ചു, അതാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ചൂട്. അപ്പോൾ ലിതിമോൾ വരട്ടെ എന്ന് വിചാരിച്ച് ഞാനിവിടെ നിൽക്കുവാണേ. വരട്ടെ. അപ്പോൾ ലിതി എത്തിയിട്ടുണ്ട് കേട്ടോ. ഹായ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ബ്ലാക്കാണ്. അപ്പോൾ നേരെ പോയി ഇക്കോയൊക്കെ എടുത്തിട്ട് വരാം. എന്താണ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് പറയാം കേട്ടോ നിങ്ങളോട്. അപ്പോൾ ഓക്കെ. നല്ല വെയിലുണ്ട്, രക്ഷയില്ലാത്ത വെയിലാട്ടോ. അപ്പോൾ നല്ല വെയിലാണ്. അതെ, നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ കേട്ടോ. എന്താണ് വേനൽക്കാലം ആയില്ലെങ്കിൽ പോലും അതിലും ഭയങ്കര ചൂടാണല്ലേ, ഭയങ്കര വെയിലാണ്. കഴിഞ്ഞ വർഷത്തേക്കാളും വെയിൽ. അതെ, കറുത്തും പോകും. അതാണ് നല്ലേലും കൊല്ലത്തൊന്നും അല്ലെങ്കിലും അയ്യാ എന്താ. അപ്പം എന്തായാലും വേഗം പോവാം. ഒറ്റ ബസ് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ കയറി ഇറങ്ങി പോവാം. 5:15 ഡോക്ടറെ കണ്ടത്. 5:15 ഇപ്പം 3 മണി ആയിട്ടുള്ളൂ. അരൂരിൽ നിന്ന് ആലുവ ബസ് കയറി ഞങ്ങൾ ആലുവ ചെന്നിറങ്ങിയിട്ട് കാരത്തോട് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഓക്കെ. കാർഡിയോനാട്ടോ കാണുന്നത്. അപ്പം അന്ന് ഞാൻ 2 കാർഡിയോളജീനൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ഇടുക്കിയിലും ഒന്ന് നമ്മുടെ കൊല്ലത്തും. അപ്പോൾ 2 ഡോക്ടർമാർ പറഞ്ഞത് എക്കോ ഒന്നും എടുക്കണ്ട, കുഴപ്പമില്ലെന്നാണ്. പക്ഷെ ഇന്നലെ ചെന്നപ്പോൾ അവരെന്നാൽ എക്കോ എടുത്ത് നോക്കിക്കോളാൻ പറഞ്ഞു. അതുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. എക്കോയുടെ ആവശ്യമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നീർക്കെട്ടാന്ന് എനിക്ക് ഭയങ്കര തണുപ്പടിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ട്. തണുപ്പടിക്കുമ്പോൾ അങ്ങോട്ട് ഈ അറ്റാക്ക് വരുന്ന പോലെ ഒരു വേദനയാണ്. അപ്പം പെട്ടെന്ന് പാനിക്കാവും, പെട്ടെന്ന് വേദന വരുമ്പോൾ. അതാ സംഭവം, അല്ലാതെ വേറൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ട്. അരൂരിലെ സ്റ്റോപ്പ്. അതെ, പള്ളിയുടെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പ്. റോഡൊക്കെ ഭയങ്കരമായിട്ട് മോശമായിട്ട്, റോഡ് പണി നടക്കുന്നുണ്ട്. ഭയങ്കര മോശമായിട്ട് കാണിച്ചു. ഇപ്പോൾ റോഡ് പണി നടക്കുകയാണേ. പാലം പണിയല്ലേ? പാലം പണിയെന്നാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും, ബ്ലോക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ വേഗം ബസ് വരട്ടെ. ബസ് എത്തിയിട്ടുണ്ട്. അലോ ബസ്സിന് കയറുവാണേ. ഇപ്പം ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. 5:30 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഡോക്ടർ വന്ന് കാര്യങ്ങളൊക്കെ ആവത്തുള്ളൂ അല്ലേ? അതെ, 5:30 വരുമ്പോൾ ഞങ്ങൾ ഇത്തിരി നേരത്തെ പോകുന്നത്. കാരണം എടപ്പള്ളി വരുമ്പോൾ ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി നേരത്തെ വന്ന് കൂടിയിരുന്നു. അതെ, നല്ല തണുപ്പുണ്ട്. ഈസിയാണ്. DDAC സ്കാനിങ് സെൻ്റർ ഉണ്ടോ? സ്കാനിങ് സെൻറ്ററിൽ ഇവിടെയാണ് ഡോക്ടറും വരുന്നത്. ഡോക്ടർ വന്നിട്ടാണ് ഇതെടുക്കുന്നത്. അപ്പോൾ ഓക്കെ. അപ്പം മേളിൽ കയറി വന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഹായ്. അപ്പം ഞാൻ ഇന്നലെ എക്കോയൊക്കെ എടുത്തിട്ട് ഞാൻ ലിതിമോളും വന്നപ്പോൾ ഏകദേശം സമയം ഒരു 8-9 മണി ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഫുഡൊക്കെ കഴിച്ചങ്ങ് കിടന്നുറങ്ങി. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വീടിൻ്റെ ടെറസിൽ, ഞാൻ അരൂർ വീട്ടിലുള്ളത്, കോഴിക്കോട് പോയില്ല. അതിൻ്റെ ടെറസിൻ്റെ മേളിൽ കയറി നട്ടുന്ന വീഡിയോ എടുക്കുന്നത്. എല്ലാവരും താഴെ എണീക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റ് ഇരിക്കുകയാണ് കേട്ടോ. കാരണം എനിക്ക് തണുപ്പടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ആദ്യം ഞാൻ എക്കോ എടുക്കാമെന്നുണ്ടായ ആ ഒരു ഇത് ഞാൻ പറയാം കേട്ടോ. എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഇടുക്കിയിൽ നിന്ന് വന്ന അന്ന്
തണുപ്പൊക്കെ അടിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് ആ വേദന അങ്ങ് ഭയങ്കരമായിട്ടും കൂടി. ഞാനങ്ങ് ഭയങ്കരമായിട്ടും ഡൗൺ ആയിപ്പോയി. എനിക്ക് എണീക്കാൻ പോലും പറ്റാത്തൊരു, ഇവിടെ ഒരു ഭാരം പോലെ, ഇവിടെയും പുറത്തും ഒരു ഭാരം പോലെ, നമ്മുടെ ഈ ഒരു സൈഡ് ബ്രസ്റ്റൊക്കെ ഭയങ്കരമായിട്ടും കല്ല് പോലെ ആയിട്ടോ. അങ്ങനെ എന്നെയും കൊണ്ട് ലിതിമോള്, ഇവിടെ ചേട്ടായി അപ്പുറത്തുനിന്ന് ലിതിമോളുടെ മാമൻ, അതായത് ചേട്ടായിയുടെ അമ്മയുടെ ആങ്ങളയുടെ ഭാര്യയും അതുപോലെ മോനും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രാത്രി ഒരു 10 മണി ആയപ്പോഴത്തേക്കും. അങ്ങനെ ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അവിടെ ചെന്ന ഉടനെ നമ്മളെ കാഷ്വാലിറ്റിയിലേക്ക് കയറ്റി. കാഷ്വാലിറ്റി കയറി കാഷ്വാലിറ്റി ചെല്ലുമ്പോൾ ഭയങ്കര തണുപ്പ്. ഞാൻ കിടന്ന് കുടുകുടുകുടുകുടാന്ന് വിറക്കലും. എനിക്കാണ് എന്ത് ചെയ്യണം, ഇറങ്ങി ഓടാനോ ഒന്നും അറിയത്തില്ല. അതുമാതിരി ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ അവർ വേഗം ഒന്ന് ECG ഒക്കെ എടുത്തു. ECG എടുത്ത് കണ്ട് ഡോക്ടർ പറഞ്ഞു ബ്ലോക്ക് ആയിരിക്കുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു കേട്ടോ. ദൈവമേ, ഞാൻ ഓർത്തു ദൈവം ബ്ലോക്കോ, കാരണം എനിക്ക് ഇത്രയും പ്രായമേ ഉള്ളൂ. പിന്നെന്താ, ഞാൻ നന്നായി എൻ്റെ ശരീരം കെയർ ചെയ്യുന്നു. അത്യാവശ്യം ഞാൻ എൻ്റെ ശരീരം നന്നായിട്ട് എക്സസൈസ് ചെയ്താണെങ്കിൽ അത്യാവശ്യം കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് ബ്ലോക്ക് വരാൻ മാത്രം ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ ബ്ലോക്ക് വരാൻ ചാൻസ് ഇല്ല. എന്തായാലും ഒരു 99% എനിക്ക് ബ്ലോക്ക് വരാനൊരു ചാൻസും ഇല്ല എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഡോക്ടർമാരാണെന്ന് തോന്നുന്നു. അങ്ങനെ ആണ് അവിടുന്ന് ഇഞ്ചക്ഷനൊക്കെ തന്നു, പെയിൻ കില്ലറും ഇഞ്ചക്ഷനൊക്കെ തന്നു. അങ്ങനെ എക്കോ എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ എക്കോ എടുക്കാനായിട്ട് അവർ എഴുതി തന്നു. അപ്പോൾ അവർ പറഞ്ഞത് അവിടെ ഹോസ്പിറ്റലിൽ തന്നെ മൺഡേയും ട്യൂസ്ഡേ ഡോക്ടറുള്ളൂ, അപ്പോൾ അന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതാണ് ഇന്നലെ സൺഡേ നമ്മുടെ DDIC എന്ന് പറയുന്ന ആലുവയിലുള്ളൊരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാം, എക്കോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് പെയിൻ അങ്ങ് കൂടി വരികയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെസ്റ്റിൽ ഉണ്ടാകുന്ന പെയിനുകളൊന്നും നമ്മൾ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ ഇന്നലെ ഞാനും ലിതിമോളും അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് പോയി അവിടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏലിക്കുട്ടിയമ്മയും വന്നിട്ടുണ്ട്, താഴെയുണ്ട്. അമ്മ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കോഴിക്കോട് പോകാമെന്ന് വിചാരിച്ചു ഇരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അത്ര ഒരു നമ്മുടെ തെങ്ങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അങ്ങോട്ട് നോക്കിയത്. അപ്പം ഞാൻ എന്താ പറഞ്ഞു തന്നെ, ഏലിക്കുട്ടിയമ്മ വന്നിട്ട് നമുക്ക് 4 പേർക്കുണ്ട്. ആദ്യം ലിതിമോളും ഞാനും ഏലിക്കുട്ടിയമ്മയും കൂടി കോഴിക്കോട് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷെ എൻ്റെ അവസ്ഥ വളരെ മോശമായതുകൊണ്ട് എനിക്ക് ട്രാവൽ ചെയ്യാൻ എനിക്കൊന്നിനും പറ്റത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോയി എക്കോ ഒക്കെ എടുത്ത് സെറ്റാക്കി. ഹോസ്പിറ്റലല്ല, അതൊരു ലാബാണ്, DDIC എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അവിടെ പോയി എക്കോ എടുത്തപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് എൻ്റെ ഹാർട്ടിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം നോർമലാണ്. ഇതുപോലെ ഞാൻ അന്ന് വീണതിൻ്റെ ആ ഒരു നീർക്കെട്ട്, ആ ഡോക്ടേഴ്സ് നേരത്തെ നമ്മുടെ ഇടുക്കി കാണിച്ചപ്പോഴാണെങ്കിലും എവിടെ ചെന്നപ്പോഴാണെങ്കിലും പറയുന്ന ഒരു റീസൺ ഇത് തന്നെയാണ്, നമ്മുടെ വാരിയലിൻ്റെ നീർക്കെട്ടാണ്, അതുകൊണ്ടാണ് ഈ പെയിൻ വരുന്നതെന്ന്. അപ്പോൾ ഇന്നലെ സത്യം പറഞ്ഞാൽ ജനറൽ ഹോസ്പിറ്റലിൽ ചെന്ന് അവർ ആ ബ്ലോക്കിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ എക്കോ എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം വീട്ടിലെ അമ്മയ്ക്കൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ടും ടെൻഷനായി. അതുപോലെ എനിക്ക് എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനും പറ്റത്തില്ല. കാരണം അത്രയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടം വരെ വന്നത്. അപ്പോൾ എനിക്കും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ ദൈവമേ എന്താണ് എന്ന് വിചാരിച്ചു. ദൈവം സഹായിച്ച് എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ ഹാർട്ടിന് വേറെ പ്രശ്നം, എനിക്ക് വേറെ ഒരു പ്രശ്നമില്ല. എന്നാൽ വീണതിൻ്റെ നല്ല അടിപൊളി വീഴ്ചയായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ ഈ പുറം തല്ലിയാണ് വീണത്. അതിൻ്റെ ആ നീർക്കെട്ട് കിടന്ന് ആ ഒരു പെയിൻ ഉണ്ടാവുന്നതാണ് തണുപ്പടിക്കുമ്പോൾ. അത് മാറണമെങ്കിൽ എങ്ങനെ പോയാലും 1 വർഷം എടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത്യാവശ്യമുള്ള വൈറ്റമിൻ ടാബ്ലറ്റ്സൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കോഴിക്കോട് പോകുന്നില്ല എന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ലിജിമോളാണെങ്കിലും ചേട്ടായാണെങ്കിലും വിളിച്ചു പറഞ്ഞു, കാരണം വയ്യെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അമ്മയും കൂടി നാളെ ഇടുക്കി വീട്ടിലേക്ക് പോവുകയാണ്. ഇടുക്കി വീട്ടിൽ പോയിട്ട് നമ്മൾ ആയുർവേദത്തിൽ പോയി കിഴി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഡോക്ടർ പറഞ്ഞാൽ നന്നായിട്ട് മസാജൊക്കെ ചെയ്താലൊക്കെയാണ് മാറത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ലിജിമോളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഭയങ്കര സങ്കടമാണ്, എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ ഈ അവസ്ഥയിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് വയ്യായ്ക വന്നു കഴിഞ്ഞാൽ പാവം ചേട്ടായി എല്ലാത്തിനും കിടന്ന് ഓടേണ്ടി വരും. അതുകൊണ്ടാണ് പോകാത്തത്. എന്തായാലും ഒരു അത്യാവശ്യം കിഴിയൊക്കെ പിടിച്ച ഒരു മാറ്റമാകുമ്പോൾ എന്തായാലും ഞാനും അമ്മയും ലിതിയും ആദ്യം കൂടെ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ നേരെ വീട്ടിലേക്ക്.
അപ്പോൾ അങ്ങനെ ഞാൻ മേളിൽ നിന്ന് താഴെ വന്നു, കാരണം ആമാതിരി വെയിലാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിൽ. അപ്പം പാവലിതി കൊച്ച് തന്നെ കിടന്ന് അടുക്കളയിൽ പണിയായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചിക്കൻ കറി വെച്ച് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു, പാവം കൊച്ചല്ലേ. അപ്പോഴേ ഋതുമോക്കും വയ്യ, നടുവേദനയും കാര്യങ്ങളും. അപ്പം ഭയങ്കര നടുവേദനയാണ്. അതുകൊണ്ടാണ് ഇന്ന് ലീവ് എടുത്തത് അല്ലേ. ഒരു രക്ഷയില്ല പാവം കൊച്ച്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും വയ്യായി, ഇവിടെ അമ്മയ്ക്കാണെങ്കിലും വയ്യായിട്ടുണ്ട്. പിന്നെ ചേട്ടായി ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പുള്ളീനെ എന്തിനും വിളിക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ അതൊക്കെ തന്നെ വഴിയെ നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും എന്താണ് എന്നൊക്കെ. അതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. പിന്നെ ആദ്യം എണീറ്റില്ല, അവനെ ഞാൻ പറഞ്ഞ പോലെ പനിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വേറെ ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ വേറൊരു കാര്യം പറയാം, നിങ്ങളുടെ സപ്പോർട്ട്, ഞാൻ മെൻ്റലി ഞാൻ ഡൗൺ ആയി കഴിയുമ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓരോരുത്തരെ കമൻറ്റ് ഇങ്ങനെ എടുത്ത് ഞാൻ വായിക്കുവേ. അപ്പോൾ തരുന്നൊരു സപ്പോർട്ടുണ്ടല്ലോ, അതെനിക്ക് എൻ്റെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതാ ഒരു സന്തോഷം. കാരണം ദൈവം ഇത്രയും പേരെന്നെ സ്നേഹിക്കാൻ, ഞാൻ 2 ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ പോലും എൻ്റെ അടുത്ത് ചോദിക്കുക എന്താ വീഡിയോ ഇടാത്ത, വീഡിയോ ഇടണേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ അറിയാനൊക്കെ ആൾക്കാർ ഒരുപാട് ആഗ്രഹിക്കുന്നല്ലോ എന്നൊക്കെ ഓർക്കാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല കേട്ടോ. എന്തായാലും നമുക്ക് നാളെ വീട്ടിൽ പോകണം. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് വഴിയെ വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. എന്തായാലും വീഡിയോസൊക്കെ ഇടണം, കാരണം കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ എൻ്റെ ചെറിയൊരു ഏണിങ്സാണ് ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത്. എല്ലാം ഒന്ന് ശരിയായിട്ട് വേണം ജോലിക്ക് പോകാനായിട്ട്. അത്യാവശ്യം ഞാൻ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ വേറെ ഒന്നുമില്ല, പിന്നെ ഇങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ വേറെ എന്തെങ്കിലും വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം. നല്ല കമൻറ്റുകൾ ഇടണമല്ലേ. അതെ, നല്ല കിട്ടും. അതെ നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങളാണെങ്കിൽ, നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന മിസ്റ്റേക്കാണ്, എന്താണെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ. അതാണ് എനിക്കിഷ്ടം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മളെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു തരുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ഹാപ്പിയാണ്. നിങ്ങളെന്ത് പറഞ്ഞാലും ഞാനത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയുമാണ്. അപ്പം എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. എന്നിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ. ഓക്കെ ബൈ. അപ്പോൾ ഏലിക്കുട്ടിയമ്മേനെ നിങ്ങൾ കാണിച്ചിട്ടില്ല. കഴിഞ്ഞ വീഡിയോ ഒന്ന് ഇളക്കണേ. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞായിരുന്നു ഏലിക്കുട്ടിയമ്മേനെ കാണിക്കാത്തതാണോ അത് അന്നക്കുട്ടി ചേച്ചീനെ കാണിക്കാത്തതാണോ എന്ന് അറിയത്തില്ല. പേര് മാറിപ്പോയതാണെന്ന് പറയുന്നത് നിങ്ങൾക്ക്. മതി അത് തന്നെ ഇതായിക്കോളും. അപ്പോൾ അന്നക്കുട്ടി ചേച്ചീനെ ആണെങ്കിൽ നമ്മുടെ അന്നക്കുട്ടി ചേച്ചിയുടെ ചേട്ടന് വയ്യാതായി, ചേട്ടന് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് അന്ന് അന്നക്കുട്ടി ചേച്ചിയെ കാണിക്കാൻ പറ്റാത്തത്. പിന്നെ ഏലിക്കുട്ടിയമ്മേനെ കാണിച്ചു തരാം. ഏലിക്കുട്ടിയമ്മ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഏലിക്കുട്ടിയമ്മ ആര് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ശനിയാഴ്ച അപ്പോൾ വിളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ചേട്ടായിനെ വിളിക്കട്ടോ. വിളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഏലിക്കുട്ടിയമ്മ ഫോണൊക്കെ വെച്ചിട്ടുണ്ട്. പറ പിന്നെ എന്താ വിശേഷം? നല്ല വിശേഷം. അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. എനിക്കും കൂടെ വയ്യാതെന്ന് അറിഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു. അമ്മയ്ക്കും ഇതുപോലെ ഹെൽത്ത് ഇഷ്യൂസൊക്കെയാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞപ്പോൾ അത് അമ്മ ഓടണല്ലോ എന്ന് ഓർത്തിട്ടുള്ള സങ്കടമാണ് എനിക്ക് മെയിനായിട്ടും. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ സഹായം കൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടൊക്കെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഈ മുന്നോട്ടുള്ള ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്തുണ്ടായാലും അതൊക്കെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. പിന്നെന്താ വേറൊന്നുമില്ല. ഓക്കെ. അപ്പോൾ അമ്മേനെ കാണിച്ചില്ല, അമ്മേനെയാണ് നിങ്ങൾ കാണിച്ചില്ല എന്ന് ഉദ്ദേശിച്ചതെങ്കിൽ കമൻറ്റ് കണ്ടെത്താട്ടോ. ഇതാണ് അമ്മച്ചി തിരക്കും കാര്യങ്ങളൊക്കെ കാരണം ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അമ്മേനെ ജോലിക്ക് വിട്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. വെറുതെ കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊന്നും കാണിക്കാത്തത്. ഞാൻ പറഞ്ഞില്ല അന്നക്കുട്ടി ചേച്ചിയുടെ ചേട്ടന് വയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ അന്നൊന്നും അന്നക്കുട്ടി ചേച്ചി, അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ എവിടെ പോയാലും അന്നക്കുട്ടി ചേച്ചിയും വരും കേട്ടോ. പിന്നെ നമുക്കൊരു ധൈര്യമാണ് പുള്ളിക്കാരി വരുന്നത്. ചാടി ഇങ്ങ് നിൽക്കും, എല്ലാ കാര്യത്തിനും ഭയങ്കര ഇതാണ്. അപ്പോൾ ഇങ്ങനെ ആശുപത്രിയൊക്കെ പോയേക്കുമായിരുന്നു. ചേട്ടന് ഹാർട്ടിന് എന്തോ ഇഷ്യൂസൊക്കെയാണല്ലേ. ഹാർട്ടിൻ്റെ പ്രശ്നമില്ല പോയെ അല്ലേ. BP ഹൈ ആയിട്ട് പൈനാവിൽ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ചെന്നിട്ട് വേണം കാണാൻ. വന്നില്ലായിരുന്നു ഞാൻ തിരിച്ചിങ്ങോട്ട് പോന്നപ്പോൾ. ചെന്നിട്ട് നമുക്കൊരു ദിവസം കയറിപ്പോയി കാണുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെന്തോ അമ്മ കമൻറ്റ് ചെയ്യാം. അമ്മ പഠിച്ചു കേട്ടോ. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ബൈ.